അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഞാൻ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വെക്കേഷനായിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പരിപാടി എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകി. ഇപ്പോൾ കമൻറ്റിൽ വരുമായിരിക്കും മുഖം എന്നല്ല മുഖം എന്നാണെന്ന്. എനിക്ക് പറഞ്ഞ ശീലമായതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റാത്തതാണ്. ഞാൻ മാറ്റാം. അങ്ങനെ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. എനിക്ക് 2 കോമ്പോ ഭയങ്കര ഇഷ്ടമാണ്. മമ്മിയാണെങ്കിൽ ചപ്പാത്തി എപ്പോഴും മടക്കി അതിൻ്റെ ഇടയ്ക്കൊക്കെ എണ്ണ തേച്ച് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്കൊണ്ട് ഭയങ്കര ഇഷ്ടം അത്. അപ്പം നമുക്ക് നമ്മുടെ രാവിലത്തെ പോളിങ് തുടങ്ങാം. സാധാരണ എല്ലാം ഞാൻ നേരം തെറ്റി കഴിക്കാറുള്ളത്. ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടെന്ന് അറിയത്തില്ല, എല്ലാം കറക്റ്റ് സമയത്ത് ഞാൻ കഴിക്കുകയും ചെയ്ത് ഓവറായിട്ട് പന്നലൊന്നും കഴിച്ചില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. ഞാനിപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ കഴിക്കൂല, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേസ്റ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. പിന്നെ രാവിലത്തെ ഭക്ഷണം എനിക്ക് നല്ല പോലെ ഇഷ്ടമായത് ഞാൻ ഫുള്ള് ക്ലീൻ ആക്കി എടുത്ത്. പിന്നെ എന്നും രാവിലെ എണീക്കുമ്പോഴും പിന്നെ വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന, ഭയങ്കര പ്രശ്നം. രാവിലത്തെ സ്കിപ്പ് ചെയ്താൽ തീർന്നു. അങ്ങനെ ഞാൻ പോയി ചായയൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ഇവരുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഇവരുടെ വീഡിയോ വരും. ഞാൻ ഇവരുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. നല്ല എൻ്റർടൈനിങ്ങോ ഫണ്ണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ബ്രൂണാനെയൊക്കെ ശല്യപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് നിന്ന്. അവന് പ്രായമായിട്ട് നമ്മൾ അവനെ എടുക്കുന്നതും അങ്ങനെ ഒരുപാടിട്ട് കൊഞ്ചിക്കുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷെ കൊഞ്ചിക്കുന്നതും ഇഷ്ടമാണ്. പിന്നെ അപ്പോഴത്തേക്ക് സൈഡിൽ കൂടി ഇവളും അവനും ഭയങ്കര സെറ്റാട്ടോ. പക്ഷെ ലിയോനെ ബ്രൂണോ അടുപ്പിക്കാറില്ല, എന്താണെന്ന് അറിയില്ല. ലിയോയ്ക്ക് ഇവരെ രണ്ടുപേരും ഒത്തിരി ഇഷ്ടം. ഇവർ രണ്ടുപേരും ലിയോനെ അടുപ്പിക്കാറില്ല, പാവനെ ഒറ്റപ്പെടുത്തിയേക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എമ്പുരാൻ സിനിമ കാണാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ എൻ്റെ ഷോർട്സിൽ ഇന്നലെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ല, അപ്പോൾ അവളുടെ കൂടെ പോവാം. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതിൻ്റെ ഷോർട്സിലിട്ടേക്കാം. അപ്പം നമുക്കതിന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാനാണെങ്കിൽ ആദ്യമേ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പാലറ്റ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടുപിടിച്ച് പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഇത് അടിപൊളി സാധനം. നമുക്ക് പെർഫെക്റ്റ് ഷെയ്ഡ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് വരെ നമ്മുടെ ഷെയ്ഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എനിക്കിനകത്ത് എന്തോ തോന്നിയെന്ന് പറയാം പ്രശ്നം. കുറേ കഴിഞ്ഞ് ഞാനാണെങ്കിൽ നല്ല പോലെ ഫേസ് വിയർക്കുന്ന ആളാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വരയായിട്ട് കാണാൻ പറ്റും. എനിക്കത് മാത്രമേ ഉള്ളൊരു കുഴപ്പമായിട്ട് തോന്നി. ചിലപ്പോൾ മുന്നെയോ അതിന് ശേഷമോ കോമ്പാക്ട് പൗഡറിൽ ഇട്ട് സെറ്റാക്കിയാൽ മതിയായിരിക്കും. പിന്നെ ഇത് ചേച്ചിയുടെ ഐഷാഡോ ഞാനിതങ്ങ് അടിച്ച് മാറ്റി. അവൾക്ക് വേറെ നല്ലത് അവൾ വാങ്ങിയപ്പോൾ അവളുടെ ഇത് ഞാൻ അങ്ങ് അടിച്ച് മാറ്റി. അങ്ങനെ ഇതൊക്കെ ഇട്ട് സമയം തീരെ 2:30 സിനിമ. ഞാൻ 2:15 അവിടെ നിന്ന് ഒരുങ്ങി ഇറങ്ങി ഓട്ടയൊക്കെ പിടിച്ച് പോകുന്നേ ഉള്ളായിരുന്നു. പിന്നെ പകുതി ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ വന്നു. പിന്നെ അവളുടെ കൂടെ ഞങ്ങൾ പറന്ന് അവിടെ പോയത്. ആദ്യത്തെ 10 മിനിറ്റ് എങ്ങാണ്ട് മിസ്സായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വലിയ സീൻ തോന്നില്ല. ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ കഥ കിട്ടി. പിന്നെ ഇവളാണെങ്കിൽ ലൂസിഫർ കാണാതെ വന്ന് ഈ കഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുവാ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ ട്യൂബിനകത്തൂടെ എന്തോ എൻ്റെ ചൂട് കൊള്ളാനാന്ന് തോന്നുന്നത് ഉണക്കാൻ വെച്ചേക്കുന്നുണ്ട്. എന്തോ നാരങ്ങയാണോ നെല്ലിക്കാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ അടുത്ത ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി സിനിമയെല്ലാം കണ്ട് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഗണപതി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗണപതി അമ്പലത്തിലും ഞങ്ങളുടെ നാട്ടിലെ ഭരണിക്കാവ് അമ്പലത്തിലും ഉത്സവമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഇടയ്ക്ക് ഇവിടെ ഉണ്ണിമുങ്കത്തിനും പിന്നെ കുറേ പേരൊക്കെ വന്നായിരുന്നു കേട്ടോ. എനിക്ക് ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടം. എന്തൊരു ടേസ്റ്റ് എന്ന് അറിയോ. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ആ ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പോൾ. പിന്നെ ഈ വശത്തായിട്ട് കുറേ അമ്പലങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ചുറ്റി വേറെ വഴി കൂടെ വരാമെന്ന് വിചാരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ആനക്കുട്ടനെ കണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവനെ നോക്കിയിരുന്ന, ഒരു പ്രശ്നമില്ലാതെ അവൻ്റെ കാര്യം നോക്കിയിരുന്ന. ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇവനെ കണ്ടത്. അപ്പം പിന്നെ ഇവൻ അവിടുത്തെ ആ അമ്പലത്തിലെ ആളായിരിക്കും. ഞാൻ കാണിക്കാതെ ഏത് അമ്പലമാണ്. ആ അമ്പലത്തിലാണ് നമ്മുടെ ഉണ്ണിമുഖത്തിനൊക്കെ വന്നിരുന്നാണ്ട്. ഈ അമ്പലത്തിൽ ഇവർ ഇത്രയും പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിനിമയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സിനിമയുടെ മേക്കിങ്ങും സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് കറക്റ്റ് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പോയി കാണാം. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേയും അതിന് ശേഷം ഒടുക്കത്തെ ഹൈപ്പായിരുന്നു. ഞാൻ ആ ഹൈപ്പിൻ്റെ പ്രതീക്ഷയിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയി. പക്ഷേ നോർമൽ പടമാണ് ലൂസിഫറിൻ്റെ കറക്റ്റ് സെക്കൻഡ് പാർട്ട്. അതുപോലെ ആ കഥ തന്നെ അത് കണ്ടിട്ടേ പോകട്ടോ, ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഞങ്ങൾ ചായയും ബജ്ജിയൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ സ്ഥലത്തായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്, ഭരണിക്കാവ് അമ്പലം. ഇവിടുത്തെ ഉത്സവം ഇവിടെ നിന്ന് 3ാമത്തെ ദിവസം കണ്ട. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉത്സവങ്ങൾ കാണാനും ഇങ്ങനെ ലൈറ്റ് കാണാനും ചെണ്ടമേളം കാണാനും പടക്കം കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തോ ഭയങ്കര രസം. എനിക്ക് പെരുന്നാളും ഉത്സവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ലൈറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു വൈകുന്നേരം സമയത്ത് പോയി രാത്രി ആയപ്പോഴും അവിടെ നിന്ന് പിന്നെ തിരിച്ചത്. അവിടെ നിന്ന് എന്തോ ഒരു പരിപാടി തുടങ്ങാറായി. ആ പരിപാടി ഭയങ്കര ബോറിംഗ് ആണെന്ന് എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ നൈസായിട്ടങ്ങ് മാറി. പക്ഷേ എനിക്കവിടെ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. അവിടെ പരിപാടിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ, എനിക്ക് ഈ ലൈറ്റും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ നോസ്റ്റു പഴയ കോളേജിലെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കേട്ടോ. ഞങ്ങൾ
കുറച്ചായി ഞങ്ങളിങ്ങനെ ഒന്ന് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് അവളെന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് വരച്ച് പോയ സമയത്ത് ഞങ്ങളൊരു കാഴ്ച കണ്ടു. എനിക്കിതുപോലെ പടക്കം പൊട്ടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിറയെ ഇതുപോലെ ലൈറ്റായിരുന്നു എൻ്റെ വീടിൻ്റെ അവിടെ മൊത്തം. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ചേച്ചിയുടെയും അച്ഛൻ്റെയും കൂടെ ഞങ്ങൾ ബേബി വരാൻ പോവല്ലേ, അപ്പോൾ ബേബിക്കുള്ള ഒരു ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇറങ്ങി. നമ്മളിത് ഒരുപാട് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വരാൻ പറ്റത്തില്ല, വയ്യാണ്ടാവും. പിന്നെ അവളുടെയും കൂടെ ഇഷ്ടത്തിന് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ എടുത്തു. ലിയോ ചേട്ടനെ കാണിക്കാം. ലിയോ ചേട്ടനെ കാണണ്ടേ? ഞങ്ങളുടെ ലിയോ ചേട്ടൻ വാ കണ്ടാ ലിയോച്ചേട്ട വരും. ലിയോച്ചേട്ട മണ്ടാ ലിയോച്ചേട്ട നടന്ന് വരും എൻ്റെ കുഞ്ഞുവാവിയായിട്. നടന്ന് വരും എൻ്റെ കുണുവാവിയായിട്. ഇതെല്ലാം കേൾക്കട്ടെ. അപ്പോൾ ഈ ക്ലെൻസർ ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിയത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഒരു ഫോമിങ്ങിൻ്റെ, അതാണ് ഞാൻ രാവിലെ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വൈകിട്ട് ഉപയോഗിക്കും. രണ്ടും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖം പെട്ടെന്ന് ബ്രൈറ്റും പെട്ടെന്ന് നന്നായിട്ട് അഴുക്കൊക്കെ അങ്ങ് പെട്ടെന്ന് പോകും. പുറത്തൊക്കെ പോയി മുഖമൊക്കെ അഴുക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാശത്തിലേക്കാണ് നിന്റെ പോ, കഴിച്ചു വിടരുത്. അവിടെ പാവം ചേച്ചിയാണെങ്കിൽ ലിയോപ്പി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ലിയോ ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കും. അപ്പോൾ ആ സങ്കടത്തിൽ അഴിച്ചു വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെ അവിടെ എല്ലാം കിടന്ന് ഓടി എല്ലാം തപ്പിപ്പെറുക്കി താഴെയിട്ട് അവിടെ എല്ലാം അള്ളി മാറ്റി പറിച്ച് അങ്ങനെ വെക്കും. അങ്ങനെ നമ്മുടെ രാത്രിത്തെ ഫുഡായി. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ചോറായി എടുത്തത്. മമ്മി എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടം. മമ്മിയുടെ ഈ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു പരിപ്പ് കറി ഉണ്ട്, അത് നെയ്യൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നെയ്യും ചോദിച്ച് ചെന്നപ്പോൾ നെയ്യില്ല. എനിക്കപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പരിപ്പും നെയ്യും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവൻ ആ ഒരു കോംബോ അതില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. പിന്നെ പക്ഷേ അവിടെ പരിപ്പ് കറി മീൻചാറും ഉണ്ടായിരുന്നു. എനിക്ക് മീൻചാറ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രിയായി, കുറേ രാത്രിയായപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും മാഗിയുടെ പാക്കറ്റ് ഉണ്ടപ്പോഴത്തേക്കും ഭയങ്കര മാഗി തിന്നണം എന്നായി. അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കി തന്നെ ടോപ്പ് റമാന കേട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിച്ച് കിടന്നു. ഇറങ്ങാൻ പോകാം.